ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും മൈദപ്പൊടി അതൊന്നും ചേർക്കാതെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലോട്ട് നമുക്ക് മെയിനായിട്ട് പച്ചരി തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ സാധാരണ നെയ്യപ്പം പോലെ തന്നെ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റും ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പച്ചരി 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്ത് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിൽ ഒരു 10-12 നെയ്യപ്പൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് അതുണ്ടാവുക. പിന്നെ ഇതിലോട്ട് നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ കപ്പ് തന്നെ 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 4-5 ഏലക്കായ ഒന്ന് അതിൻ്റെ ആ ഒരു തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയിലോട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലോട്ട് വേണ്ട ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ പൊടിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ 1 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ 3-4 കട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പം ഇത് അരി അരച്ചെടുക്കാനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അരി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഈ ശർക്കര പാനി ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ല ടൈറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കിതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ബാറ്റർ ഒത്തിരി ടൈറ്റും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസ് ആവാതെ കിട്ടണം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണോ ടേബിൾ സ്പൂണോ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് അതിലോട്ട് കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ അളവെന്ന് പറയാം, നമ്മൾ സ്പൂണിന് ഒഴിക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് വരണം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് അതൊന്ന് പൊങ്ങി വരുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കാം. എന്നിട്ട് അതൊന്ന് പൊങ്ങി വന്ന ശേഷം പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടും നന്നായിട്ട് പൊങ്ങിയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഒഴിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവണം. പിന്നെ അത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോൾ ഇത് പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനെ ചൂടൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ നെയ്യപ്പം റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ ബാക്കിയുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.